ഡെക്കാർ മരങ്ങളിലെ ഇലകളിൽ നിന്ന് മഞ്ഞ് പെയ്ത ഒരു രാത്രിയിൽ കൂട്ടം തെറ്റാതെ പോയ ആട്ടിടയന്മാർക്ക് അവരുടെ നാഥനെ കണ്ടെത്താൻ കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു മഹാത്യാഗത്തിനെ അനുസ്മരിപ്പിച്ച് ക്രിസ്തുമസ് വീണ്ടും വന്നെത്തുകയാണ്. മനുഷ്യന്റെ സാഹോദര്യത്തിന്റെ, സാർവജനീനതയുടെ, സാർവലൗകികതയുടെ ഉത്സവം ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും അശ്വമേധം നേരുന്നു 1000 ക്രിസ്തുമസ് ആശംസകൾ. ഈ തണുത്ത രാത്രിയിൽ ആകാശത്തിൽ ക്രിസ്മസ് നക്ഷത്രം ഉദിച്ചു നിൽക്കുമ്പോൾ ആ ഉജ്ജ്വല സ്മരണ മനസ്സുകളെ ദീപ്തവും സാന്ദ്രവും പവിത്രവും സമഗ്രവുമാക്കി തീർക്കുമ്പോൾ താങ്കൾക്കും ഞാൻ നേരിട്ടെ ശ്രീ വി കെ ശ്രീരാമൻ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വിഷ് യു എ മെറി ക്രിസ്മസ് നിമ്മി അരുൺഗോവൻ. Thank you so much and I wish you the same. ഈ ദിവസത്തെ അറിവിന്റെ ക്രിസ്മസിൽ ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ എന്ന ഈ വിശ്വവിജ്ഞാന യാത്രയിൽ നമ്മോടൊപ്പം അതിഥിയായെത്തുന്ന സുവിശേഷ വ്യക്തിയാര്? അതെ, ഇത് അദ്ദേഹം തന്നെയാണ്. വിശ്വമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ വിപരീത സമസ്യയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ളവർക്ക് പ്രിയങ്കരനായ അദ്ദേഹം തന്നെയാണ്. കൈനിറയ സമ്മാനങ്ങളുമായി എത്തിപ്പോയി നമ്മുടെ പ്രിയങ്കരനായ സാന്റാക്ലോസ്. സാന്റാ, പ്ലീസ് വാക്ക് ഇൻ. Santa, please. Santa. സാന്ത വന്നു, വളരെ സന്തോഷം. ഞങ്ങൾക്കെല്ലാം കൈനിറയെ സമ്മാനങ്ങൾ തന്നു. പക്ഷെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രേക്ഷകർക്ക് സാന്തയുടെ വകയായ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടാവും, തീർച്ച. ഈ ഗിഫ്റ്റുകളൊന്നുമല്ല, കേരളത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ക്രിസ്മസ് ദിനത്തിൽ സാന്ത മറ്റെന്തൊക്കെയോ വിലപിടിച്ച ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് കാണാൻ നിങ്ങളെപ്പോലെ ഞാനും ആകാംക്ഷാകുലനാണ്. സാന്ത, come on, bring them. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh, dashing through the snow in a one-horse open sleigh. All the fields we go, laughing all the way. Hey, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. One-horse open sleigh, one-horse open sleigh. സാന്റ കൊണ്ടുവന്ന ഈ കേക്ക് മധുരമുള്ളതായിരിക്കും. അതിനേക്കാൾ എത്രയോ മധുരമുള്ള മറ്റൊരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് സാന്റ കൊണ്ടുവന്നു. മലയാളികളുടെ, ലോക മലയാളികളുടെ, മറുഭാഷക്കാരുടെയും സ്വന്തം ജാസി ഗിഫ്റ്റിനെ. താങ്ക് യു സാന്റ. Thank you very much. Please. ക്രിസ്മസ് മധുരം നുകർന്നുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് പ്രത്യേക അധ്യായം നമുക്ക് ആരംഭിക്കാം. ജാസി, പ്ലീസ്. Santa, thank you very much. Thank you for this great gift as well. ഇനിയും വിലപിടിച്ച സമ്മാനങ്ങളുമായി സാന്റ തങ്ങളുടെ അരികിലേക്ക് എത്തും എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചോട്ടെ. താങ്ക് യു സാന്റ.
സം ജോബ്സ് ടു ഡു. നമുക്കൊരു ജോലി ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും. വരൂ. അശ്വമേധത്തിന്റെ രണ്ടാം വരവിലേക്ക് കടക്കുന്ന ഈ ദിവസം ജാസിയാണ് ഞങ്ങളുടെ വിശിഷ്ടാതിഥി. ഇന്ന് ക്രിസ്തുമസ് ദിനമാണ്. ഈ ക്രിസ്മസ് നാളിൽ ഈ ഹോട്ട് സീറ്റിൽ ജാസി ഇരിക്കും, അശ്വമേധത്തിൽ മത്സരിക്കും. അതിനു മുൻപ് പുതിയ ഫോർമാറ്റിലുള്ള ചില റൗണ്ടുകൾ, ചില ചടങ്ങുകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിയാലോ? തീർച്ചയായിട്ടും. റെഡി? ജാസി, ആൾ ദ ബെസ്റ്റ്. ആ ബൗളിൽ നിന്നും ഒരു വിഷയം എടുക്കൂ. നന്നായി ഷഫിൾ ചെയ്തൊരു വിഷയം എടുക്കൂ. വായിക്കട്ടെ. കണ്ടുപിടുത്തങ്ങൾ. ജാസിയോട് ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം ജാസി പറഞ്ഞാൽ മതി. റെഡി? ജാസിയോട് ഞാൻ പറയുന്ന വാചകം ഇതാണ്: മോട്ടോർ കാർ കണ്ടുപിടിച്ചത് ഡെയിംലറാണ്. ശരിയോ തെറ്റോ? ശരി. ശരി. ശരി എന്ന ജാസിയുടെ വാചകം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ ക്യാഷ് അവാർഡ് ജാസിക്ക് സ്വന്തം. അടുത്ത ബൗൾ. സോഷ്യൽ ആക്ടിവിറ്റീസ്, സാമൂഹ്യ പ്രവർത്തന രംഗം അല്ലേ? അതിനകത്ത് താഴ്ത്തിയിട്ടു. ഒട്ടനവധി പേർക്കെതിരെ രാഷ്ട്രീയ വ്യവഹാര കേസുകൾ നടത്തിയിട്ടുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റ് രംഗത്ത് സജീവമായുള്ള രാജേന്ദ്രൻ എന്ന വ്യക്തി അറിയപ്പെട്ടത് ഏത് പേരിലാണ്? നവാബ്, രജാബ്? നവാബ് രാജേന്ദ്രൻ. ശരിയായ ഉത്തരമാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപയുടെ ക്യാഷ് അവാർഡ് ജാസിക്ക് സ്വന്തം. ഇനി മൂന്നാം ബൗളിലേക്ക്. പ്രസ്ഥാനങ്ങൾ, ഓർഗനൈസേഷൻസ് തിരികെ നിക്ഷേപിച്ചു. ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് യുറീക്ക ബാലവേദി പ്രവർത്തിച്ചിരുന്നത്? 3 ചോയ്സുകളാണുള്ളത്. ഒന്നാമത്തെ ചോയ്സ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, 2 കേരള യുക്തിവാദി സംഘം, 3 കേരള പുരോഗമന കലാ സാഹിത്യ സംഘം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 rupees ക്യാഷ് അവാർഡ്. ഒരു കാഴ്ചക്കടമ്പ കൂടി താണ്ടി വേണം ജാസി യജ്ഞത്തിലേക്ക് എത്താൻ. ആ കാഴ്ചക്കടമ്പ നമുക്കിപ്പോൾ കാണാം. O'er the fields we go, laughing all the way. Bells on bobtails ring, making spirits bright. What fun it is to laugh and sing a sleighing song tonight. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. എന്താണ് ജാസി സത്യത്തിൽ? ഇത് ജിംഗിൾ ബെൽസ് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇതാരെഴുതിയതാണ് എന്നറിയാമോ? ഓഫ് കോഴ്സ് പിയർ പോൺ. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ് ജാസി. മിർ റിയൽറ്റേഴ്സിന്റെ 10,000 rupees ക്യാഷ് അവാർഡ് ജാസി സ്വന്തമാക്കുന്നു. ലോർഡ് പിയർ പോൺ എഴുതിയതാണ്. ഒപ്പം ജാസി യാഗം അനായാസേന പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ക്രിസ്മസ് ദിനത്തിൽ സാന്റ നമുക്ക് കൊണ്ടുവന്ന അമൂല്യ സമ്മാനം ജാസി ഗിഫ്റ്റ് ഇനി യജ്ഞത്തിലേക്ക് കടക്കുമോ ഇല്ലയോ? കാത്തിരുന്ന് കാണാം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം. അതിനു മുൻപ് മനുഷ്യനെ നന്മയുടെയും കരുണയുടെയും മഹാധ്യായങ്ങൾ പഠിപ്പിച്ച മഹാശയനായ മനുഷ്യപുത്രനെ മനസ്സാ സ്മരിക്കുകയും ചെയ്യാം. ഇടവേളയ്ക്ക് പോകുന്നതിന് മുൻപ് അനുഗ്രഹീത ഗായകൻ ശ്രീ ജാസി ഗിഫ്റ്റ് യാഗം മനോഹരമായി പൂർത്തിയാക്കി. ജാസി യജ്ഞത്തിലേക്ക് മടങ്ങി വരുമോ? കാത്തിരുന്ന് കാണാം. ലെറ്റ്സ് സീ യെസ് ഓർ നോ. Yes is the sign, thumbs up is the sign, and Jasi, please walk in. മുത്തു പെണ്ണെ മോഹനമേ, ഈ മുത്തം താടി വെത്തിക്കൊണ്ട് വാരുമയ്യ, ഒളിഞ്ചു മുത്തം താരുമയ്യ, താലാട്ടി ഉனை வளைத்தே
தாய சொல்ல நான் மறப்பேன். மறப்பதுண்டோ புறப்பதுண்டோ மணப்பாட்ட மரக்கூரிசே, മണപ്പാട്ട മരക്കൂരിസേ. സോ ജാസി, സാഹസികമായ തീരുമാനം. നൗ യജ്ഞത്തിൽ 3 റൗണ്ടുകളുണ്ട്. പണ്ട് ജാസി കളിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളെ മാത്രമല്ല. ആദ്യ റൗണ്ടിൽ വ്യക്തിയെ വിചാരിക്കാം മിർ റിയൽട്ടേഴ്സിൻ്റെ 25,000 രൂപയ്ക്ക് വേണ്ടി. രണ്ടാം റൗണ്ടിൽ മിർ റിയൽട്ടേഴ്സ് 50,000 രൂപയ്ക്ക് വേണ്ടി ഒരു സംഭവം വിചാരിക്കാൻ ആവശ്യപ്പെടും. മൂന്നാം റൗണ്ടിലാകട്ടെ അതൊരു സ്ഥലമാണ്. നിങ്ങളെ സഹായിക്കാൻ കമ്പ്യൂട്ടറുണ്ട്. 7 തവണ 8 തവണ 6 തവണയൊക്കെ സഹായിക്കാം. സോ ഐ എം പ്ലേയിങ് വിത്ത് ബോത്ത് മാൻ ആൻഡ് കമ്പ്യൂട്ടർ. ജാസി ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ ആദ്യത്തെ ബൗളിൽ നിന്ന് ഒരു വിഷയമെടുക്കുക. നന്നായി പ്രാർത്ഥിച്ചൊരു വിഷയമെടുക്കുക. എന്നിട്ട് എന്നോട് പറയരുത് പക്ഷേ ഇത്തവണ വിഷയം എന്താണ്. എന്നോട് പറയരുത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് ജാസി വിചാരിച്ച് ജൂറിയുടെ പക്കൽ നിന്ന് അപ്രൂവൽ വാങ്ങും. ഓക്കെ, പ്ലീസ്. ജാസി ഗിഫ്റ്റിന്റെ മനസ്സിലിരിപ്പ് ജൂറി അംഗീകരിച്ചാൽ അപ്പോൾ നമ്മൾ പ്രവേശിക്കും വിപരീത സമസ്യയുടെ ജാസ്. So ജാസി ആൻഡ് സർ, ജാസി വിചാരിച്ച വ്യക്തിയുടെ പേര് ഈ ക്രിസ്മസ് താളിൽ അംഗീകരിക്കുന്നു. അംഗീകരിക്കും. What about you? ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. Why don't you say Merry Christmas to you? മെറി ക്രിസ്മസ് ജാസി ചേട്ടാ ആൻഡ് പ്ലേവൽ. Please. Thank you. നമ്മൾ തമ്മിൽ അശ്വമേധം കളിച്ചിട്ട് ഒരുപാട് കാലമായി. കൃത്യമായി പറഞ്ഞ ഇപ്പോൾ 1 വർഷമായി. 1 വർഷമായി, കറക്റ്റ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. ഹൈദരാബാദിലൊക്കെ എങ്ങനെ പോകുന്നത്? ബാംഗ്ലൂരാണ്. അവിടെ തെലുങ്കിലെ കാര്യങ്ങളോ? തെലുങ്കിൽ പാടുന്നേ ഉള്ളൂ. ഞാൻ കൂടുതലും സിനിമയായിട്ട് ചെയ്യുന്നത് കന്നഡ, ബാംഗ്ലൂരാണ്. ലജ്ജാവതി ഇറങ്ങിയത് 2003. 2003 പാടാം. ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ, തുട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ, മാനസക്കൊട്ടാര കെട്ടിനകത്തുള്ള റോജാ രാജറാണി, ലജ്ജാവതിയേ നിന്റെ കള്ളക്കടക്കണ്ണിൽ. ഇന്ത്യൻ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? മലയാളി അല്ല. സൗത്ത് ഇന്ത്യൻ? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. രാഷ്ട്രീയം, കലാസാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അല്ല. അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്? അതെ. ആണ്. സ്പോർട്സ്? അതെ. പന്തുപയോഗിച്ചുള്ള ഒരു കളി? അതെ. ക്രിക്കറ്റ്? അല്ല. അല്ല. തമിഴ്നാട്? അതെ. ഒരു വലിയ പന്ത്? അല്ല. 13 ചോദ്യമായി. എനിക്കിനി 5 ചോദ്യം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഒരു കന്നഡ പാട്ട് കേൾക്കാം. ಗಗನವೇವಾಗಿ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ, ಕಡಲು ಕರೆದಂತೆ ನದಿಯನು ಭೇಟಿಗೆ, ಯಾರು ಬಂದಿರದ ಮನಸಲಿ ನಿನ್ನ ಆಗಮನ ಈ ದಿನ, ನೀಡುವ ಮುನ್ನ ನಾನೇ ಆಮಂತ್ರಣ.
ಗಗನವೇ ಬಾಗಿ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ ನದಿಯನು ಭೇಟಿಗೆ. 14-ാമത്തെ ചോദ്യം. ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയുമായി ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. 15 അദ്ദേഹത്തിന്റെ അനുജന്റെ പേര് ആനന്ദ് എന്നാണ്. ആണ് ആണ് ഉറപ്പാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16, ഒരു മെലഡി. செவ்வானம் சேலை கற்றி சென்றது வீதியில, மனம் நின்றது பாதியில, என்னை கொண்டது பார்வையில, மின்சார மின்னல் வெற்றி போனது சாலையில, கனல் மூன்றது கண்களில, உயிர் வேகுது நெஞ்சில, யாரோ அவள் யாரோ சொல்வாரில்லை, நேரில் கண்டு பேச நேரமில்லை, கண்ணில் வந்து போனால் கையில் இல்லை. ஓ ஓ, செவ்வானம் சேலை கற்றி சென்றது வீதியில, மனம் நின்றது பாதியில, என்னை கொண்டது பார்வையில. ജാസി വിചാരിച്ചത് രമേശ് കൃഷ്ണനെ അല്ല, രാമനാഥൻ കൃഷ്ണനെ അല്ല, ശശികുമാറിനെ അല്ല, ആനന്ദിനെയുമല്ല. എന്നാൽ ആനന്ദിന്റെ മൂത്ത ചേട്ടനെയാണ്. ജാസി വിചാരിച്ചത് വിജയ് അമൃതരാജിനെ അല്ലേ? അതെ. The game is over. പക്ഷേ വിജയ് അമൃതരാജ് 1953 ഡിസംബർ 14 ചെന്നൈയിൽ ജനിച്ചു. മുൻ ടെന്നീസ് കളിക്കാരനും കായിക വ്യാഖ്യാതാവും നടനുമാണ്. മാഗി ധൈര്യത്തിൻ്റെയും റോബർട്ട് അമൃതരാജിൻ്റെയും മകനായി ജനിച്ച ഇദ്ദേഹം 1970 ആദ്യ അന്താരാഷ്ട്ര ടെന്നീസ് കളിച്ചത്. വിംബിൾഡൺ, US ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ തുടങ്ങിയ ടൂർണമെൻറ്റുകളിൽ 16 സിംഗിൾസും 13 ഡബിൾസ് കിരീടവും നേടി. ഒരു നടൻ എന്ന രീതിയിലും വിജയ് പ്രശസ്തി നേടിയിട്ടുണ്ട്. പ്രമുഖ ജെയിംസ് ബോണ്ട് ചിത്രമായ ഒക്ടോപ്പസി എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് ദിനത്തിൽ സാന്റ നമുക്ക് കൊണ്ടുതന്ന ഈ അപൂർവ ക്രിസ്മസ് സമ്മാനമായ ജാസി ഗിഫ്റ്റിനെ അങ്ങനെ ഒരു മത്സരത്തിൽ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുന്നത് ശരിയാണ്. അല്ല, അങ്ങനെയല്ലേ പ്രേക്ഷകരെ? അതല്ലേ ശരി? അപ്പൊ അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഈ പുതിയ രൂപത്തിലുള്ള 2ാം റൗണ്ടിൽ കൂടി ജാസി ഒന്ന് കളിക്കും. 2ാം റൗണ്ട് സംഭവമാണ്. ലോകത്തിലെ എല്ലാ വിഷയവും എഴുതിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു വിഷയം എടുക്കുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിലോട്ട് പ്ലീസ്. ലോകത്തിൽ എല്ലാത്തിനും നിയമങ്ങളുണ്ട്, മത്സരത്തിനും നിയമമുണ്ട്. അപ്പോൾ ഈ നിയമം നിങ്ങൾ ലംഘിക്കുകയല്ലേ എന്നാണ് ചോദ്യം. എൻ്റെ സുഹൃത്തെ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, അവൻ്റെ ആനന്ദത്തിനു വേണ്ടി, അവൻ്റെ ആഹ്ലാദത്തിനു വേണ്ടി, അവൻ്റെ സ്നേഹത്തിനും സംഗീതത്തിനും സാഹിത്യത്തിനും വേണ്ടി ലംഘിക്കപ്പെടാൻ കൂടിയുള്ളതല്ലേ ഈ പ്രപഞ്ചത്തിലെ സർവ്വ നിയമങ്ങളും? ജാസി 2ാമതൊരു അവസരം കൂടി കരസ്ഥമാക്കിയിരിക്കുന്നു. ജാസി ഇക്കുറി ഒരു സംഭവം വിചാരിച്ചു. ആ സംഭവം ശ്രീ VK ശ്രീരാമൻ അംഗീകരിക്കുന്നു. പ്ലീസ് ജാസി. താങ്ക് യു. സംഭവമാണ് ലോകം. പിന്നെ നിതാന്തമായ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ പലപ്പോഴും വഴിപിരിഞ്ഞു, ഇടയ്ക്ക് വീണ്ടും കണ്ടുമുട്ടി, ഇടയ്ക്ക് ഒരുപാട് പേരുള്ള കടൽ തീരങ്ങളിൽ നമ്മൾ ഒരുമിച്ച് അശ്വമേധവും ഗാനമേളയും ഒരുമിച്ച് നടത്തി. പിന്നെ യാത്രകൾ അല്ലേ, പിന്നെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടി. നമ്മുടെ കലാലയമൊക്കെ ഓർമ്മയുണ്ട്. തീർച്ചയായിട്ടും. ജാസി പാട്ടുപാടി തുടങ്ങിയതും ഞാൻ അശ്വമേധം നടത്തി തുടങ്ങിയതും എല്ലാ കലാലയത്തിലും. ആ ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ടൊരു പാട്ട് പാടും, ഒരു നൊസ്റ്റാൾജിക് സോങ്. കോളേജിലും ഈ നൊസ്റ്റാൾജിക് ടൈം എന്ന് പറയുമ്പോൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവസാനത്തെ ഞങ്ങളുടെ കാലയളവുകളിൽ ഞങ്ങൾ ക്രിസ്മസ് ഷോ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു
ക്രിസ്മസ് ഫെസ്റ്റിവൽ നടത്തി. അന്ന് ഞാൻ അവിടെ എന്താണ് അതിൻ്റെ ഒരു ഭാരവാഹി കൂടെ ആയിരുന്നു. അത് കാരണം പാടേണ്ടി വന്ന ഒരു പാട്ട്, വളരെ എന്താണ് നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. സമയത്ത് രാത്രി രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി, രാത്രി രാത്രി രജതരാത്രി രാജാധിരാജൻ പിറന്ന രാത്രി. Gloria, 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 Gloria in excelsis Deo. നല്ലൊരു സംഭവം. നല്ല സംഭവം. അതെ, എല്ലാ അർത്ഥത്തിലും നല്ല സംഭവം എന്ന് പറയാം. രണ്ട് വശങ്ങളില്ല, ഉറപ്പാണ്. ഏഷ്യയിൽ നടന്നൊരു സംഭവം അല്ല, മിഡിൽ ഈസ്റ്റിലാണ്. അത് ഏഷ്യയിലാണ്. ഏഷ്യയിലാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഏഷ്യയിലാണ് എന്നുള്ളതാണ്. അതൊരു നല്ല സംഭവമാണപ്പോൾ. ഏഷ്യയിൽ നടന്നൊരു സംഭവം. താങ്കൾ വിചാരിച്ച സംഭവം നടന്നത് 1900 ശേഷമാണ്. അല്ല. 1500 ശേഷം അല്ല. യേശുവിന് മുൻപേ അല്ല. യേശുവിൻ്റെ മരണത്തിന് ശേഷം അതെ. യേശു മരിച്ച് 3-ാം നാളിലാണോ ഈ സംഭവം ഉണ്ടായത്? അതെ. അതെ ആണ്. ആണ്. തീർച്ചയായും. കാൽവരിക്കുന്നിൽ മുൾക്കിരീടത്തിൻ്റെയും തറയ്ക്കപ്പെട്ട ആണികളുടെയും വേദനയുമായി ദൈവത്തിൻ്റെ അരികിലേക്ക് അദ്ദേഹം പോയി. എല്ലേ എല്ലേ സെബത്താനി, അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. ഒടുവിൽ വിധിനാളിന് ശേഷം 3-ാം നാൾ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ദ റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് തന്നെയല്ലേ വിചാരിച്ചു? തീർച്ചയായും. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രൂശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട യേശു ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതായി ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ബൈബിൾ പുതിയ നിയമത്തിൽ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം എന്നീ പദങ്ങളാണ് ഇക്കാര്യത്തെ സൂചിപ്പിക്കുവാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെയും അസ്ഥിവാരമാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഉയർത്തെഴുന്നേൽപ്പും അതിന് 40 ദിവസങ്ങൾക്ക് ശേഷം നടന്ന സ്വർഗാരോഹണവും ക്രൈസ്തവ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. 2 റൗണ്ടുകൾ പൂർത്തിയായി. 1 റൗണ്ട് ഞാൻ ഗ്രേസ് ചെയ്തു. ഇനി ജൂറിയുടെ അഭിപ്രായം. ക്രിസ്മസ് അല്ലേ, ഇത് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഡ്രൈ ആയി പോകും. അതൊന്നും അല്ല സംഭവം. എന്തൊന്നും മനസ്സിലായില്ലേ? നിയമം തെറ്റിച്ചുകൊണ്ട് പ്രദീപ് 1 റൗണ്ട് എക്സ്ട്രാ കൊടുത്തില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നോബൽ ഗൈഡായിരിക്കുന്നത്? എനിക്കും വേണ്ട ഒരു എക്സ്ട്രാ ജാമ്യം അല്ലേ? അതുകൊണ്ടൊന്നല്ല, ഞാൻ വിനയപൂർവ്വം സന്തോഷപൂർവ്വം ഉള്ള ഒരു അപേക്ഷയാണ്. അങ്ങനെ നിലനിർത്തണം ഈ റൗണ്ടിൽ. ജാസി അതുകൊണ്ട് തന്നെ ജാസി യാത്രയാകുന്നില്ല. ഈ മത്സരത്തിൻ്റെ നിയമാവലിക്ക് അപ്പുറത്ത് ജാസി ഇനി മെർ റിയൽറ്റേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ മത്സരത്തിന് വേണ്ടി മത്സരിക്കും. തീർച്ചയായും. സാന്താ സമ്മാനിച്ച ജാസി എന്ന ഈ നല്ല ഗിഫ്റ്റ് നമുക്കൊരുപാട് ചിന്തകൾ തന്നു. അദ്ദേഹം വിജയ് അമൃതരാജിലൂടെ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു സ്ഥലം തേടി. എവിടെയാണ് ആ വാഗ്ദത്ത ഭൂമി? എനിക്കറിയില്ല. നമുക്കറിയാം, അല്പം നേരങ്ങൾക്ക് ശേഷം ജാസി എന്ന ജാസി ഗിഫ്റ്റ്, സാന്റ ഞങ്ങൾക്ക് നൽകിയ ക്രിസ്മസ് ഗിഫ്റ്റ്. അങ്ങനെ വ്യക്തിയിലൂടെ, സംഭവത്തിലൂടെ സഞ്ചരിച്ച് സ്ഥലത്തിൽ എത്തി നിൽക്കുന്നു. ഏതോ ഒരു സ്ഥലം, ജാസിക്ക് ഇഷ്ടപ്പെട്ട ഏതോ ഒരു സ്ഥലം അല്ലേ? ചിലപ്പോൾ ജാസിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. പക്ഷേ എനിക്കിഷ്ടം ഒരു പാട്ട് കേട്ട് തുടങ്ങാനാണ്. എനിക്കല്ല, പ്രേക്ഷകർക്ക് എല്ലാവർക്കും. ഈ 3-ാം റൗണ്ട് എനിക്ക് സമ്മാനിച്ചതുകൊണ്ട് ചേട്ടനൊരു ഇംഗ്ലീഷ് പാട്ട് ക്രിസ്മസ് വേളയിൽ ഞങ്ങൾ സമയത്ത് ബാൻഡ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു ലവ് സോങ് ആയിരുന്നു, ആനി സോങ്.
You fill up my senses like a night in a forest, like the mountains in springtime, like a walk in the rain, like a storm in the desert, like a sleepy blue ocean. You fill up my senses, come fill me again. ജാസ്തി ഒരു സ്ഥലം വിചാരിച്ചു അല്ലേ? തുടങ്ങാം. ജാസ്തി വിചാരിച്ച ആ സ്ഥലം പുറത്തു പറയാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണോ സർ? നല്ല സ്ഥലം. ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിന് നിമ്മി ജാസ്തിയെ സഹായിക്കും? ഓ തീർച്ചയായിട്ടും സഹായിക്കും. സഹായിക്കാണ്ട് തന്നെ ജാസ്തിക്ക് അറിയാമോ? അതെ, പുള്ളിക്ക് സഹായിക്കാതെ തന്നെ ജാസ്തി. ഇഷ്ടം കൂടുതലുണ്ട്. ജാസ്തി വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്? അല്ല. അല്ല. യൂറോപ്പിലുള്ള ഒരു സ്ഥലമാണ്? അല്ല. അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള ഒരു സ്ഥലമാണ്? ബോത്ത് നോർത്ത് ആൻഡ് ലാറ്റിൻ ആണ്. അതൊരു രാജ്യമോ നഗരമോ ആണോ? അതെ. ഒരു രാജ്യത്തിൻ്റെ പേരാണോ അത്? ആണ്. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്നേ ഉള്ളൂ, ഒരു അമേരിക്കൻ രാജ്യം എന്നേ ഉള്ളൂ, അല്ല നഗരമല്ല. അല്ല, രാജ്യം തന്നെ. രാജ്യം തന്നെ. ഒരു രാജ്യത്തിൻ്റെ പേര് വിചാരിച്ചേ ഉള്ളൂ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണോ? ആണോ? ആണ്. അതെ. അതിന് എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? ആ രാജ്യത്തിൽ ഫുട്ബോൾ കളി വ്യാപകമായിട്ടുണ്ടോ? ഉണ്ട്. ആ രാജ്യം ലോകകപ്പ് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടോ? ലോകകപ്പ് ഫുട്ബോൾ കളിച്ച് കാണണം. ഇത്രയേ ഉള്ളൂ. ആ രാജ്യത്തിൻ്റെ പേര് ആരംഭിക്കുന്നത് ABCDFGHIJ എന്ന അക്ഷരങ്ങളിൽ ഒന്നിലാണോ? അതെ. ABCDE അല്ല. IG അല്ല. ABCDFGHI ആണെന്ന് ചോദിച്ചപ്പോൾ അതെന്ന് പറഞ്ഞു. അല്ല. അല്ല. ആ രാജ്യത്തിന്റെ പേര് ആരംഭിക്കുന്നത് ABCDFGHI എന്ന് ചോദിച്ചപ്പോൾ അതെന്ന് പറഞ്ഞു. അല്ല. അല്ല. അങ്ങനെ എല്ലാവരും ചോദിച്ചു. അതൊരു എക്സാക്ട്ലി ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം എന്ന് പറയാൻ പറ്റുമോ? അതൊരു സെൻട്രൽ ലാറ്റിൻ അമേരിക്കൻ എന്നല്ലേ പറയാൻ പറ്റുമോ? അതെ. ആ രാജ്യത്തിന്റെ തലസ്ഥാനം കിങ്സ്റ്റൺ അല്ലേ? ആണോ? ആണ്. ഉസൈൻ ബോൾട്ട് ആ രാജ്യത്തിന്റെ മാനസപുത്രനല്ലേ? അല്ലേ? ആണോ? ഒരു പാട്ടുകൂടെ കേൾക്കട്ടെ. ആ രാജ്യത്തിലൊരു പാട്ട് പാടാം. ആ രാജ്യത്തെ ഒരു പാട്ട് പാടാം. അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയാം. ഒരു ജമൈക്കൻ സോങ്. Buffalo soldier, still like Rasta. It was a buffalo soldier in the war for America, stolen from Africa, brought to America. It was a fighting on a rival, fighting was survival. If you know your history, you will know where you're coming from. Then you wouldn't have to ask me, who would the hell do the thinking? I'm just a buffalo soldier, still like Rasta. It was a buffalo soldier in the war for America.
So the answer was, for the sake of the game, the answer, ഉസൈൻ ബോൾട്ടിന്റെ രാജ്യം, കിങ്സ്റ്റൺ തലസ്ഥാനമായുള്ള രാജ്യം, it is Jamaica, right? Yeah. ജമൈക്ക ഗ്രേറ്റർ ആന്റിലസിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ജമൈക്ക. കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന് ഏകദേശം 234 കിലോമീറ്റർ നീളവും 80 കിലോമീറ്റർ വീതിയുമുണ്ട്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്, ഹെയ്റ്റി എന്നിവ ഉൾപ്പെടുന്ന ഹിസ്പാനിയോള ദ്വീപിന് പടിഞ്ഞാറായും ക്യൂബയ്ക്ക് 145 കിലോമീറ്റർ തെക്കായുമാണ് ജമൈക്ക സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴത്തെ 100 മീറ്റർ ഒളിമ്പിക് ജേതാവായ ഉസൈൻ ബോൾട്ട്, ഗായകൻ ബോബ് മാർലി, ഫാസ്റ്റ് ബോളർ കോർണി വാൽഷ് എന്നിവർ ജമൈക്കൻ കലാകായിക താരങ്ങളാണ്. Just a game over. പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. ഇന്ന് ആഘോഷത്തിന്റെ ക്രിസ്മസ് രാവാണ് അല്ലേ? തീർച്ചയായിട്ടും. ശ്രീ വി കെ ശ്രീരാമൻ, നിമ്മി, പ്ലീസ് ജോയിൻ us. We wish you a Merry Christmas and a Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas, Merry Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas, Merry Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year, and a Happy New Year, and a Happy New Year. We wish you a Merry Christmas, Merry Christmas. We wish you a Merry Christmas and a Happy New Year, and a Happy New Year, and a Happy New Year.